പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരുന്ന് കൈ പൊക്കിക്കേ. കൈ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കടം മേടിക്കരുത്. ഇല്ല, ഓക്കെ. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് ജെന്യുവിൻ ആയിട്ട് ആൾക്കാരെ സഹായിക്കുവാനായിട്ട്? ഇഫ് യു ജെന്യുവലി വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ്, ഉറപ്പാണല്ലോ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളൊരു നല്ല സെയിൽസ് പേഴ്സൺ ആണെന്ന്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. അയ്യോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആദ്യത്തെ രണ്ടും വിജയിപ്പിക്കാൻ സാധിച്ചാൽ മൂന്നാമത്തേത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. സെയിൽസ് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് എന്താ? മറ്റൊരാളുടെ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ ആവശ്യത്തിന്റെ പരിഹാരമായിരിക്കാം നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ. അത് ആ വ്യക്തിക്ക് ഗുണപ്രദമാണെന്ന് കാണിച്ചു കൊടുത്ത് ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സെയിൽസ്. ആക്സിഡന്റിന്റെ സമയത്ത് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലൈഫിൽ ഇത്രയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഓരോ തവണ ഈ കൈയും കാലും മാറുന്നതിന്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിച്ചാൽ അവിടെ സെയിൽസ് നടക്കും. സെയിൽസ് നടന്നാൽ അവിടെ മണി ഉണ്ടാകും. അതിനെ നമുക്ക് ഇങ്ങനെയാക്കി പറയാം: ഹെൽപ്പ് ഫസ്റ്റ്, സെൽ സെക്കൻഡ് ആൻഡ് നാച്ചുറൽ. സാധനം വിൽക്കാൻ വേണ്ടി ദയവ് ചെയ്ത് പോകരുത്. എനിക്ക് ഈ ഇൻഷുറൻസ് സെല് ചെയ്താൽ ഇത്ര ശതമാനം കമ്മീഷൻ കിട്ടും, എനിക്ക് ഈ മാസത്തെ വോളിയം ഇത്രയാകും. ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതോടെ ഈ മാസം 10 കുടുംബങ്ങളെ സേഫ് ആക്കാൻ പോവാ, അവരുടെ മക്കളുടെ ഭാവി ശോഭനമാക്കാൻ പോവാ. നമുക്ക് വേണ്ടി ചെയ്യാതെ അവർക്ക് വേണ്ടി ചെയ്യുന്നേ. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ 3 കഷ്ണമായിട്ട് മുറിഞ്ഞു പോയിട്ടും എഴുന്നേറ്റ് നിൽക്കുന്നു ചോദിച്ചാൽ, ഞാൻ ഇന്ന് വന്നത് എനിക്കിവിടെ കിട്ടുന്ന പൈസയെ കുറിച്ചല്ല എൻ്റെ ഫസ്റ്റ് ചിന്ത. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ എനിക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആദ്യത്തെ ചിന്ത. ആ മാറ്റത്തിന് ഓട്ടോമാറ്റിക്കലി നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് ആ പേയ്മെന്റ്.